പോലെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. പാർത്ഥന്റെ സാരഥിയായി തിളങ്ങിന ദേവനല്ലോ പാലക്കാടൻ മണ്ണിൽ വാഴും കാരുണ്യമൂർത്തി. നെല്ലറയ്ക്കോരൈശ്വര്യമ പുണ്യപുരാതന ഭൂമി ഗോവിന്ദപുരത്തെ പാർത്ഥസാരഥി ക്ഷേത്രം. നാരായണ 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 രാധാ ഗോവിന്ദ. ഒരു കയ്യിൽ ചമ്മട്ടിയും മറുകൈയിൽ ശംഖുവിത്തി വദനത്തിൽ സ്ഥായിയായ മന്ദഹാസവും ധർമ്മം പുലർത്തിടുവാനായി പാണ്ഡ്യജന്യത്തിൻ്റെ നാദം ഭക്തന്റെ ഹൃദയത്തിൽ മുഴക്കിടുന്നു. നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. ഗണപതി അയ്യപ്പനും ഹനുമാനും നാഗങ്ങളും ശക്തിയായി കൂടെ തന്നെ ഭഗവതിയും ഒറ്റ ശ്രീകോവിലായി ശിവനും കൂടെ ദുർലഭമായി കാണുന്നൊരു ശക്തി വിശേഷം. നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. വൃശ്ചികത്തിലെ ഏകാദശി നാളതിൻ്റെ ശോഭ കൂട്ടി ഉത്സവം നടത്തിയിടുന്നു 10 ദിവസം. അഷ്ടമിരോഹിണി നാളിൽ നടക്കുന്ന ഘോഷങ്ങളെ ആസ്വദിക്കും ഭക്തർക്കെല്ലാം ലഭിക്കും പുണ്യം. നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. വൈശാഖത്തിൽ നടക്കുന്ന സപ്താഹത്തിൽ പങ്കുകൊണ്ട് നാരായണ പാദങ്ങളെ നമസ്കരിക്കാം. ഉച്ചപൂജ കഴിയുമ്പോൾ ലഭിക്കുന്ന പാൽപായസം ആൽത്തറയിരുന്നപ്പം രുചിച്ചു നോക്കാം. നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പനാവുന്ന ഈ ഗോവിന്ദപുരത്തപ്പൻ്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു. ഈ കീർത്തനത്തിലൂടെ ഇവിടെയുള്ള ഏകദേശ രൂപം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളത് അത് ശരിയാണോ ഇല്ലയോ എന്ന് മാർക്കിടുന്നവരൊക്കെ നിങ്ങളാണ്. ഞാനിങ്ങനെ ഇവിടെയൊക്കെ കുറേയൊക്കെ കണ്ടതൊക്കെ കേട്ട്
അവസാനത്തെ ആ പാൽപ്പായസം രുചിക്കേണ്ടുന്ന തറയും അതുവരെ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു അല്ലേ, മനക്കണ്ണിൽ കണ്ടുകൊണ്ട് കണ്ണടച്ചു മനക്കണ്ണാലെ കണ്ടുകൊണ്ട് സമർപ്പിക്കാൻ സാധിക്കും നമുക്കെന്ന് ബോധ്യപ്പെടുത്തി. അതായത് നമുക്കിതൊരു ഈ സപ്താഹത്തിലെ ഒരു പ്രസാദമായിട്ട്, യജ്ഞത്തിൻ്റെ പ്രസാദമായിട്ട് ഗോവിന്ദപുരത്തപ്പൻ തന്നതായിട്ട് സ്വീകരിക്കാം. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ ഗോവിന്ദപുരത്തപ്പൻ്റെ അനുഗ്രഹ